പ്ലസ് നമ്മൾ എന്തൊരു ക്യാമറ ഡ്രോൺ എങ്ങനെയൊക്കെ നന്നാക്കി എടുക്കാന്നുള്ള ഒരു വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറ ഡ്രോണ് നമ്മൾ കാര്യമായിട്ട് ഈ ഒരു കോർലെസ് മോട്ടറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രോണിന് അത്രയും കൂടുതലായിട്ട് പ്രശ്നം വരുന്നത് ഈ ഒരു ഡ്രോണിന് മെയിൻ പ്രോബ്ലം വരുന്നത് എന്നാൽ അതിൻ്റെ കോർലെസ് മോട്ടറും അതിൻ്റെ ഗിയറുമാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഊരുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ബാറ്ററി വെക്കുന്നുണ്ട്. നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് വരുന്നത്. അത് ഇൻ്റലിജൻറ്റ് ബാറ്ററിയാണ്. അത് എടുത്തിട്ട് നമുക്ക് സ്ക്രൂ വരാം. അതുപോലെ തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്യാമറ നമ്മൾ ക്ലിപ്പ് ചെയ്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഡ്രോണിന് പലതരം ഫിറ്റിങ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് വന്നിരിക്കുന്നത് ഒരു ക്ലിപ്പിംഗ് ടൈപ്പാണ്. ഇവിടെ കാണാം ഒരു മുമ്പിലേക്ക് ഒരു ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് രണ്ട് നിരയായിട്ട് വരുന്നത്. അപ്പോൾ അത് മുന്നോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ക്യാമറ അങ്ങോട്ട് ഫ്രീ ആയി പോരുകയും നമ്മുടെ വയർ ഊരിയെടുത്താൽ നമുക്ക് അത് ഫ്രീ ആവും. ആ ക്യാമറ ഊരി കഴിഞ്ഞാൽ നമുക്ക് മുന്നിലായിട്ട് ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി 4 ഭാഗത്ത് 4 സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ 4 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കേസ് പൊട്ടും. അപ്പോൾ നമ്മുടെ ക്യാമറ പ്രസ് ചെയ്ത് ക്യാമറയ്ക്ക് സ്ക്രൂ ഒന്നുമില്ല. പക്ഷേ ചില ക്യാമറയ്ക്ക് നമുക്ക് സ്ക്രൂ വരുന്നുണ്ട് മുകൾ ഭാഗത്ത്. ഈ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിൽ പകരം 2 സ്ക്രൂ വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഭാഗത്ത് ലോക്കിങ്ങും മുൻഭാഗത്ത് സ്ക്രൂ ആയിരിക്കും. അപ്പോൾ ഇതിൽ വരുന്നത് രണ്ടും ക്യാമറയ്ക്ക് ലോക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രോണിൻ്റെ 4 അതായത് നമ്മളെ 4 ലെഗിൻ്റെയും 4 സ്ക്രൂ ആണ് വരുന്നത്. ആ 4 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് അതിന് പുറമെ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഭാഗത്ത് തന്നെ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഊരിയാൽ നമ്മുടെ ഫ്രണ്ടിലെ ടോപ്പ് ഒന്ന് ഊരി കഴിഞ്ഞാലും നമ്മുടെ രണ്ട് ബോഡി നമ്മൾ ഊരുന്ന സമയത്ത് ആ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിൽ പ്രസ്സായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോഡി മുഴുവനായിട്ട് ഊരാൻ കഴിയുള്ളൂ. പിന്നെ ഇത് നമുക്ക് നന്നാക്കി എടുക്കുക എന്നുള്ള നമ്മുടെ VLDC മോട്ടറാണെങ്കിൽ നമുക്ക് കൂടുതൽ കംപ്ലൈൻറ്റും തീരെ വരില്ല. പക്ഷേ ഇതിൽ കോർലെസ് മോട്ടറാണ് വരുന്നത്. ഈ കോർലെസ് മോട്ടർ ഹൈ സ്പീഡും അതുപോലെ തന്നെ നമ്മൾ കോർലെസ് മോട്ടറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അടിച്ചു പോകണം, അതായത് പെട്ടെന്ന് അടിച്ചു പോകും. അതുപോലെ മാത്രമല്ല ഈ ഒരു കോർലെസ് മോട്ടറിൽ നിന്ന് പവർ ചെയ്തിട്ട് നമുക്ക് ഒരു പല്ലും അതേപോലെ തന്നെ വലിയ ടീത്തും ചെറിയ ടീത്തും വരും. ആ ടീത്തിലേക്ക് പവർ കൈമാറിയിട്ടാണ് നമ്മളെ ഈ ഒരു ലീഫിലേക്ക് പവർ പോകുന്നത്. അപ്പം കൂടുതൽ കംപ്ലൈൻറ്റ് വരിക ഈ ഒരു മോട്ടറിനാണ് കംപ്ലൈൻറ്റ് വരല്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രോണിൻ്റെ കറക്കം എന്ന് പറഞ്ഞാൽ ഈ ഫാനിൻ്റെ കറക്കം എന്ന് പറഞ്ഞാൽ ഒന്ന് എയും ബിയും എന്ന ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് ഭാഗം നമ്മൾ ലെഫ്റ്റ് വരുന്നത് ക്ലോക്ക് വൈസും അതിൻ്റെ നേരെ ബാക്ക് ഭാഗത്ത് ക്രോസിലേക്ക് വരുന്നത് ക്ലോക്ക് വൈസും ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ റൈറ്റ് വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്, അതിൻ്റെ നേരെ ബാക്ക് ഭാഗത്ത് ക്രോസ് പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഫാൻ കറങ്ങുക. അപ്പോൾ നമ്മൾ ഊരി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം നമുക്ക് വയറുകൾ കണക്ട് ചെയ്യുന്നത് പ്ലസ്സും മൈനസും ഉണ്ടാവും. ആ ഊരി നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്ലസ് മൈനസ് മാറരുത്. അപ്പോൾ ദിശ മാറി കഴിഞ്ഞാൽ ഡ്രോൺ ഫ്ലൈ ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് വൈസിൽ ഉള്ളത് നമുക്ക് ഫ്രണ്ടിലെ ലെഫ്റ്റ് ക്ലോക്ക് വൈസും റൈറ്റിൽ വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസും. നമ്മുടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ വരുന്ന ഈ ഒരു മോട്ടർ, അതായത് ഈ റെഡും നമ്മുടെ വയർ വരുന്നുണ്ട് റെഡും അതേപോലെ തന്നെ ബ്ലൂ, അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് ഭാഗത്ത് വരുന്നത് റെഡും വൈറ്റുമാണ്. അപ്പോൾ ആ 2 ഭാഗമാണ് നമുക്ക് പറക്കാതെ വരുന്നത്. അപ്പോൾ അതിൽ ഏതോ ഒരു മോട്ടർ കംപ്ലീറ്റ് ഇടുക. അപ്പോൾ നമ്മളിത് സോൾഡറിങ് എടുത്ത് നമ്മൾ ഊരി കഴിഞ്ഞ ശേഷം നമ്മൾ 4 വോൾട്ടാണ് ഇതിൻ്റെ സപ്ലൈ വരുന്നത്. 4 വോൾട്ട് നമ്മൾ ഇത് 2 ഊരാതെ സപ്ലൈ കൊടുക്കരുത്, കാരണം ഇതിലേക്ക് ബോർഡിലേക്ക് സപ്ലൈ പോകും. അപ്പോൾ ഈ ഒരു 2 വയർ നമ്മൾ ഡിസോൾഡറിങ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഡ്രോണിൻ്റെ 2 ആംസും നമ്മൾ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ് ഡിസോൾവ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ വലത്ത് ഭാഗത്തേക്കാണ് ഇത് ഫ്ലിപ്പ് ചെയ്ത് പോയത്. അപ്പം വലത്ത് ഭാഗത്തുള്ള ഏതൊരു മോട്ടറാണ് കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ഗിയറോ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ക്ലോക്ക് വൈസ്, ഇടത്ത് ഭാഗത്ത് വരുന്നത് ലെഫ്റ്റിൽ വരുന്നത് ക്ലോക്ക് വൈസും അതിൻ്റെ ക്രോസ് ഭാഗത്ത് ബാക്ക് വരുന്നതും ക്ലോക്ക് വൈസാണ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ വലത്ത് ഭാഗത്ത് വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസും അതിൻ്റെ ക്രോസിൽ ബാക്ക് ഭാഗത്ത് വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസും ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അയച്ചിരിക്കുന്നത് ഒരു ക്ലോക്ക് വൈസും അതേപോലെ തന്നെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസുമാണ് നമ്മളിപ്പോൾ അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ള വയർ വരുന്നത് നമുക്ക് വെള്ളയും ബ്ലാക്കും വരുന്നത് ബാക്കിലെ ആൻറ്റി ക്ലോക്ക് വൈസാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൽ ബ്ലൂവും റെഡും വരുന്നുണ്ട്. അത് ഫ്രണ്ടിലെ വലത്ത് ഭാഗത്തുള്ള ആൻറ്റി ക്ലോക്ക് വൈസുമാണ്. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ബാറ്ററി എടുത്ത് നമ്മളിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ റെഡും ബ്ലൂ ഉള്ള വയർ നമ്മൾ കംപ്ലൈൻറ്റും അതേപോലെ തന്നെ വൈറ്റും ബ്ലാക്കും ഉള്ളത് ഫുള്ള് വർക്കിംഗ് ആണ്, കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഏകദേശം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, അതായത് നമ്മുടെ മുൻഭാഗത്ത് വലത്ത് ഭാഗത്ത് വരുന്ന മോട്ടറാണ് കംപ്ലൈൻറ്റ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുന്നത്. ആ ഒരു ലെഗ്സ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ മൊത്തത്തിൽ അതിൻ്റെ സ്ക്രൂ അയച്ചിട്ട് നമ്മൾ പാർട്സ് ആക്കാൻ പോവുകയാണ്.
അതുപോലെ തന്നെ ഈ ഒരു 4 സ്ക്രൂ ആണ് വരുന്നത്, 4 സ്ക്രൂ വരിക. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിത് വില കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലും ഈ ഒരു കോർലെസ് മോട്ടറും ഗിയറും വരുന്ന മോട്ടർ നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. അത് നിങ്ങളൊരു 4-5 ഫ്ലൈ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒന്നെങ്കിൽ നമ്മൾ നന്നാക്കി കഴിഞ്ഞാലും വീണ്ടും ഗിയറോ അല്ലെങ്കിൽ അതിൻ്റെ മോട്ടറോ, കോർലെസ് മോട്ടറൊന്നും ലൈഫില്ലാത്തൊരു മോട്ടറാണ്. അപ്പോൾ നമ്മൾ BLTC മോട്ടർ വരുന്ന ഇതുപോലെ ചെറിയ ഡ്രോണുകൾ വരുന്നുണ്ട്, വില കുറവാണ്. അപ്പോൾ അത് മാത്രം വാങ്ങാൻ ശ്രമിക്കുക. അത് നമുക്ക് ഒരു 90% നമുക്ക് വിശ്വസിക്കാം. ഇതൊരു 10% നമുക്ക് വിശ്വസിക്കാനുള്ളതുള്ളൂ. അത്രയും കംപ്ലൈൻറ്റ് വരുന്ന ഞാൻ എത്രയോ ഡ്രോണുകൾ ഇതുപോലെ നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നാക്കി കഴിഞ്ഞാലും വീണ്ടും ഇത് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ബാക്ക് കവർ ഊരി നമ്മൾ 4 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോട്ടോർ സിസ്റ്റം പോരണമെങ്കിൽ ഗിയർ മൊത്തമായിട്ട് വരുന്നത് നമ്മുടെ ഫ്രണ്ടിലെ ലീഫിൻ്റെ സ്ക്രൂ ഊരി കഴിയണം. സ്ക്രൂ ഊരിയാൽ നമുക്ക് ബാക്കോട്ട് സുഖമായിട്ട് ഫ്രീ ആയിട്ട് എടുക്കും, നമ്മുടെ ഈ ഒരു സെറ്റിങ്സ് എടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലെ മോട്ടറും അതേപോലെ തന്നെ ഇതിൻ്റെ കോർലെസ് മോട്ടറാണ് വരുന്നത്. അതിൻ്റെ മോട്ടർ നമ്മുടെ അതിനെ പലിച്ചൊക്കെ നമുക്ക് ഊരാൻ വേണ്ടി ഇതുപോലെ ലോക്കിൻ്റെ 2 ഭാഗത്തായി 2 ലോക്ക് വരും. നമ്മൾ ചെറിയ പരന്ന ഡസ്റ്ററോ എന്തെങ്കിലും എടുത്ത് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഊരി പോരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ കംപ്ലൈൻറ്റ് ആയിരിക്കുന്നത് നമ്മുടെ മോട്ടറൊക്കെ കറങ്ങുന്നുണ്ട്. മോട്ടറിനല്ല കംപ്ലൈൻറ്റ്, നമ്മുടെ മോട്ടറിൻ്റെ വരുന്ന പിനിയന് വരുന്നുണ്ട് ഒരു ചെറുത്. ആ ചെറിയ പിനിയൻ നമുക്ക് ഈ ഒരു ലീഫ് എവിടെയെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞാൽ ഇതൊരു ഫ്രീ ആയിട്ട് കറങ്ങിയപ്പോൾ നമ്മുടെ ആ പൽച്ചക്കത്തിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയൊരു ടീത്ത് ഉണ്ട്. ആ ടീത്ത് നമുക്ക് മുറിഞ്ഞു പോയതാണ്, അതായത് ചെറിയ ചാലായിപ്പോയി. അപ്പോൾ നമ്മുടെ ഫ്രീ ആയിട്ട് കറങ്ങുകയാണ്. അപ്പോൾ ടീത്തിനൊരു പിടുത്തം കിട്ടാതെ ഈ ഒരു മോട്ടറും അതിൻ്റെ ടീത്ത് മാത്രം ഫ്രീ ആയിട്ട് കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ നമുക്കൊരു ചെറിയൊരു ഐഡിയ, ഒന്നെങ്കിൽ ഈ ഒരു മോട്ടറിൻ്റെ ഈ ഒരു ടീത്ത് മാത്രം സെറ്റ് മൊത്തം മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഭാഗം തിരിച്ചിട്ടാൽ മതി. നമുക്ക് ഈ താഴോട്ട് വലിച്ചിട്ടാൽ ഇതിൻ്റെ തേയ്മാനം വന്നിരിക്കുന്നത് മുകളിലത്തെ ഒരു 1/4 ഭാഗത്തോളം ഭാഗത്താണ് നമുക്ക് തേയ്മാനം വന്നത്. അപ്പോൾ നമ്മളത് തിരിച്ച് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ആ ഗിയറും മറ്റേ ഗിയറും തമ്മിൽ വരയുന്ന സമയത്താണ് ആ ചാല് വന്നത്. അപ്പോൾ ഒന്ന് ഓപ്പോസിറ്റായി മറച്ചിടുന്ന സമയത്ത് ആ ഗിയറിൻ്റെ പിടുത്തം നമുക്ക് ഫ്രീ ആയ ചാലല്ലാത്ത ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മുടെ മോട്ടർ കറങ്ങുകയും ചെയ്യും, മോട്ടറല്ല നമ്മുടെ ലീഫ് കറങ്ങുകയും ചെയ്യും. നമ്മുടെ ഈ ഒരു ചെറിയ ടീത്ത് ഇടുന്നതിന് മുമ്പേ നമ്മുടെ ആ ഒരു ഷാഫ്റ്റിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പശ നമ്മൾ അതിലാക്കിയിട്ട് ഈ ടീത്ത് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഫ്ലക്സ് ക്യൂക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഫ്ലക്സ് ക്യൂക്കൊക്കെ അധികം ഉള്ളിലേ പോയാൽ പിന്നെ മോട്ടർ തന്നെ സ്റ്റക്കായി പോകും. ഒരു തുൻഭാഗത്ത് നമ്മൾ മോട്ടറാണെങ്കിൽ മോട്ടർ ചരിച്ച് വെക്കണം. ആ പശ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് പോകാത്ത വിധത്തിലായിരിക്കണം. മാത്രമല്ല നമ്മുടെ ഈ ടീത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ അടിഭാഗത്ത്, അതായത് മോട്ടറിൻ്റെ അടിഭാഗത്ത് പ്രസ് ചെയ്യണം. അതിൻ്റെ ബാക്ക് ഭാഗത്താണ് അതിൻ്റെ മോട്ടറിൻ്റെ സപ്ലൈ വരുന്ന ചെറിയ കമ്പിയാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതിൻ്റെ പ്രഷർ കൊണ്ട് നമ്മുടെ ഈ കോറിൻ്റെ ഇത് അങ്ങോട്ട് പ്രസ് ആകുന്ന സമയത്ത് ബാക്കിൽ നമ്മുടെ ബ്രഷിൻ്റെ സ്ഥാനം ഒഴിഞ്ഞു പോകും. പിന്നെ നമ്മൾ റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലൈൻറ്റ് മാറില്ല. അതുകൊണ്ട് ബാക്ക് ഭാഗം പ്രസ് ചെയ്ത് വേണം ആ ടീത്ത് പ്രസ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഈ റിപ്പയർ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ വെച്ചിട്ട് നമ്മുടെ ആ പ്ലസ് ചെയ്ത ലോക്കിലേക്ക് നമ്മൾ പ്രസ് ചെയ്താൽ ആ ഗിയർ ബോക്സ് സെറ്റായി. നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ മോട്ടർ ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കുകയാണ് എത്ര RPM കറങ്ങും എന്നുള്ളത്. അപ്പോൾ അത് സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് റീസെറ്റ് ചെയ്ത് ആദ്യത്തെ പോലെ തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായതുപോലെ തന്നെ നമ്മൾ എല്ലാ സ്ക്രൂവും സെറ്റ് ചെയ്ത് നമ്മുടെ ലീഫും അതിന് സെറ്റ് ചെയ്തിട്ട് ലെഗ്സ് നമ്മൾ നേരത്തെ പോലെ തന്നെ 2 ചുവപ്പും നീലയും, അത് പ്ലസ്സും മൈനസും ആണ്. അപ്പോൾ അതിൽ റെഡ് പ്ലസ്സും അതേപോലെ തന്നെ ബ്ലൂ നെഗറ്റീവും ആണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലാക്കും വൈറ്റും ആണ് വരുന്നതെങ്കിൽ വൈറ്റ് പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവ് ബ്ലാക്ക് വയറുമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലെഗ്സ് മാറാതെ കൊടുക്കുക, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും മാറാതെ അതേപോലെ തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ 4 ലെഗും നമ്മൾ അതേ സ്ഥാനത്ത് നമ്മൾ ലെഫ്റ്റിൽ അതേപോലെ തന്നെ റൈറ്റിൽ പറഞ്ഞ പോലെ ആൻറ്റി ക്ലോക്ക് വൈസ് അതേ ഓർഡറിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിൽ ഒബ്സ്റ്റാക്കിൾ അവോയ്ഡൻസ് സെൻസർ ഉള്ളതുകൊണ്ട് ആ ഒരു സെൻസറിൻ്റെ ക്ലിപ്പ് നമ്മൾ ഈ ബോർഡിൽ നിന്ന് ഊരിയിട്ടുണ്ട്. ആ ബോർഡും കൂടെ സെറ്റ് ചെയ്ത് ക്ലിപ്പും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻസ് ഒക്കെ ഓക്കെ ആയി. പിന്നെ നമ്മളെ ക്യാമറയുടെ കണക്ഷൻ മാത്രമേ കൊടുക്കാനുള്ളൂ. അപ്പോൾ ക്യാമറ നമുക്ക് ഇതിൻ്റെയൊക്കെ സ്ക്രൂ ഇട്ട് കഴിഞ്ഞിട്ട് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലെ LED അതേ ലോക്കാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ആ ഫ്രണ്ടിലെ LED നമ്മൾ പുറത്തേക്ക് ചാടി കഴിഞ്ഞാൽ അത് അടയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് നമ്മളത് കേസ് അടക്കി അതിൻ്റെ ഫൈനലി നമ്മൾ എല്ലാ സ്ക്രൂ ഇട്ട് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രസ്സായി കഴിഞ്ഞിരിക്കും.
അപ്പോൾ നമ്മുടെ ടെസ്റ്റ് വീഡിയോയ്ക്ക് ഫ്ലൈ ചെയ്യുന്ന ടെസ്റ്റ് വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് നമ്മളത് കാണുന്നുണ്ട് എങ്കിലും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലൈക്ക് ബട്ടൺ വൈറ്റിലൊന്ന് ബ്ലൂ ആക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് വരാം. ഓക്കെ, ബൈ, സി യു.